ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ജാസ്മിൻ. ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് പറയാൻ പോണത്. നമ്മൾ ഇന്ന് പറയാൻ പോണ വീഡിയോ നോസ് കോണ്ടറിങ്ങിനെ പറ്റിയിട്ടാണ്. ഇപ്പം മെയിനായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഷാർപ്പായിട്ട് നോസ് ഉള്ളവർ കാണും. ഇപ്പം മെയിൻലി പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ നോസ് കണ്ടില്ല, ഭയങ്കര ഷാർപ്പ് നോസാണ്. പിന്നെ അതുപോലെ വൈഡ് നോസ് ഉള്ളവരുണ്ട്. ഏറ്റവും മെയിനായിട്ട് പിന്നെ കുറേ നന്നായിട്ട് പതിഞ്ഞ ഈ ബ്രിഡ്ജിൻ്റെ ഈ ഭാഗം പതിഞ്ഞതായിട്ട് കാണും. അപ്പോൾ ഒരുപാട് നോസുമായിട്ട് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. കാരണം ഇപ്പം ഒരുപാട് ആൾക്കാർ റിനോപ്ലാസ്റ്റി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു സർജറിയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് മേക്കപ്പിലൂടെ മൂക്ക് നന്നായിട്ട് ഷേപ്പാക്കാൻ പറ്റും. അപ്പം മൂക്ക് കാരണം വിഷമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമുക്ക് സർജറി ഇല്ലാതെ മേക്കപ്പ് വെച്ചിട്ട് എങ്ങനെ നോസ് ഷേപ്പാക്കി എടുക്കാം എന്നതിനെ പറ്റി നമ്മൾ പറയാൻ പോണത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയാനായിട്ടുള്ളത്, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കിനെ പറ്റി പറയാം. യൂസ് ചെയ്തിരിക്കുന്നത് ഫോറെവർ 52ൻ്റെ ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഇത് ഞാൻ എൻ്റെ ഒരു മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതിനകത്ത് മുകളിൽ വരുന്ന ഇത് ലിങ്കിൽ പ്രസ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോർമലി നമ്മൾ നോസ് കോണ്ടർ ചെയ്യുന്നത് കോണ്ടർ സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഇതുപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു പേസ്റ്റ് രൂപത്തിലോ കിട്ടും. അപ്പം നമ്മൾ അത് വെച്ചിട്ടാണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കോണ്ടർ സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പകരം ഞാൻ ഒരു ഐ ഷാഡോ വെച്ചിട്ടാണ് കോണ്ടർ ചെയ്യുന്ന കാണിക്കാൻ പോകണം. ഈ കോണ്ടർ സ്റ്റിക്ക് വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ ഈ സെയിം മെത്തേഡായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണമാണ് നിങ്ങൾക്കും ഇത് തന്നെ കാണിച്ചു തരുന്നത്. ഇത് ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇതിനകത്ത് ഈ ബ്രൗൺ കളർ, ഈ ഷെയ്ഡ്, ഈ കളറാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു തരാൻ പോണത് പതിഞ്ഞ മൂക്കുള്ളവർക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് അതിനെ കുറച്ച് വലിയ മൂക്കായിട്ട് കാണിക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കളർ യൂസ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഫിംഗർ വെച്ചിട്ടാണ് കാണിക്കാൻ പോണത്, ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതെടുത്തു. എന്നിട്ട് നമ്മുടെ ഈ നോസിൻ്റെ ഈ രണ്ട് ഭാഗം എന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്ത് നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇതുപോലെ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവിടെ ജസ്റ്റ് ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടാവും, ഈ ഒരു ബ്രൗൺ ഷെയ്ഡ്. കുറച്ചും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതാ ഈ ഭാഗവും ഇതുപോലെ നന്നായിട്ടൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കണ്ട, ഈ ഭാഗം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ ഈ ഭാഗം നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോഴും നോസ് കുറച്ചും കൂടി ഷാർപ്പായിട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഇതുപോലത്തെ, ഇത് വൈറ്റ് അല്ല, ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ഇത് കുറച്ച് വൈറ്റായിട്ടാണ് കാണുന്നത്. ഈ കളർ നമുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ട് കളറും കൂടെ, ഈ രണ്ട് യെല്ലോ മിക്സ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇത് ഈ ഒരു ഷെയ്ഡ് കൊടുത്താൽ നമുക്ക് പതിഞ്ഞ മൂക്കുള്ളവർക്ക് കുറച്ച് ഷാർപ്പായിട്ട് ഫീൽ ചെയ്യും. ഇനി രണ്ടാമതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് വൈഡായിട്ട് നോസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതും സെയിം അതേ കളർ തന്നെ വെച്ചിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വൈഡായിട്ടുള്ളവരുടെ നോസ് കുറച്ചും കൂടി ചെറുതായിട്ട് ഫീൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ മൂക്ക് കണ്ടില്ലേ, ഇതുപോലെ ഷാർപ്പായിട്ട് നോസുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഷാർപ്പ് നോസ് നല്ലതാണെങ്കിൽ പോലും ചില സിറ്റുവേഷനിൽ അധികം ഷാർപ്പായിട്ടുള്ളത് അത്ര ഒരു അഭംഗിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചാൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇത് ഈ പോയിന്റില്ലേ, നമ്മുടെ ഈ പോയിന്റിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഷാർപ്നെസ് കുറച്ചൊന്ന് കുറയുന്ന പോലെ ഫീൽ ചെയ്യും. കണ്ടോ, നമ്മുടെ നോസിൻ്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ആൾക്കാരുടെ കയ്യിലുള്ള ഐഷാഡോ പാലറ്റിനകത്തും ഈ കളർ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് കോണ്ടർ സ്റ്റിക്ക് ഒന്നും വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇത് നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിപ്പോൾ സാധാ പുറത്ത് പോകുന്ന ആൾക്കാർക്ക് പോലും ഒരു മേക്കപ്പും ഇടാതെ തന്നെ നമ്മുടെ സാധാ സ്കിന്നിൽ ഇത് ചെയ്താലും ഒരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ എന്തായാലും നിങ്ങൾ പുറത്തൊന്നും പോകാതെ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുകയില്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഫേസിൽ മിററിൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ആ ഒരു ചേഞ്ച് പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം മെയിനായിട്ട് പതിഞ്ഞ മൂക്കുള്ളവർക്ക്, കാരണം ഒരുപാട് ആൾക്കാർക്ക് നാണക്കേട് കാണും. എൻ്റെ മൂക്ക് ഇങ്ങനെ കൊള്ളത്തില്ല, ഒരു ഭംഗിയില്ലാത്ത മൂക്ക്, സർജറി ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർ കാണും. അപ്പോൾ അവർക്കൊന്നും ഇനി സർജറി ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. വെറുതെ നമ്മൾ എന്തിനാ പൈസ കൊണ്ട് കളയുന്നത്? അപ്പോൾ അതിനൊക്കെ ഇത്ര സിമ്പിളായിട്ടൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ 2-3 ദിവസം കണ്ടിന്യൂ ചെയ്തൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓൾറെഡി യൂസ്ഡ് ആവും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സ്വയമേ ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. ഈ വീഡിയോ അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കാൻ മറക്കരുത്. പിന്നെ പറയാനുള്ളത്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. അതുവരേക്കും ടാറ്റാ.